എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അടുത്തത് ഇനി വരാൻ പോകുന്നത് ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആണ്. GNM ആൻഡ് ANM കോഴ്സിൻ്റെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും കൂടുതൽ കോളേജസ് ആഡ് ചെയ്യുന്നതിനും ഡിലീറ്റ് ചെയ്യുന്നതിനും സെപ്റ്റംബർ 22-ാം തീയതി 5 മണി വരെ സമയമുണ്ട്. അതിനുള്ളിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൊടുത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ചെയ്യാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ കൊടുക്കാൻ വിട്ടുപോയവർക്കും പുതിയതായിട്ട് കോളേജസ് ആഡ് ചെയ്യാനായിട്ട് ഈ അവസരത്തിൽ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 23-ാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ഫീ നിശ്ചിത സമയത്തിനുള്ളിൽ അടയ്ക്കണം. ടോക്കൺ ഫീ അടയ്ക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവരൊരു ഡേറ്റ് പറയും, ആ ഡേറ്റിനാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവരാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഒരു ഡെമോ കാണിക്കാൻ പോവുകയാണ്. എന്താണ് ഹയർ ഓപ്ഷൻസ്, എന്താണ് ലോവർ ഓപ്ഷൻസ് എന്നൊക്കെ ഇതിൽ പറയും. ആ ഒരു പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ബേസ് മുതൽ പറയുകയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക, ഒഫീഷ്യൽ സൈറ്റിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് കാണാൻ പറ്റും. അതിൽ രജിസ്റ്റർ ഓപ്ഷൻസ് ഫോർ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേജ് വരും. അതിൽ കോളേജസ് കാണും. അതിൽ GNM കോഴ്സിൻ്റെയും ANM കോഴ്സിൻ്റെയും കോളേജസ് കാണും. GNM കോഴ്സിൽ 15 കോളേജസ് ആണുള്ളത്. ANM കോഴ്സിന് 4 കോളേജസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഇഷ്ടപ്പെട്ട കോളേജസ് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ കൊടുത്ത കോളേജസ് അവിടെ കാണാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂസ് നമ്പർ ഇട്ട് നെക്സ്റ്റ് കോളേജസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നിന് പുതിയതായിട്ട് കൊടുക്കാനും പറ്റുന്നതാണ്. വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് ആയിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും പോകാൻ താല്പര്യമുള്ള കോളേജുമായിരിക്കണം ഒന്നാമത്തെ നമ്പർ ഇട്ട് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അടുത്ത് പോകാൻ താല്പര്യമുള്ള കോളേജ് രണ്ടാമത്തത്, നെക്സ്റ്റ് 3, അങ്ങനെ ആയിരിക്കണം നിങ്ങൾ കോളേജ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഇത് വീണ്ടും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതലാണ് ഒറിജിനൽ അലോട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ കോളേജസ് വീണ്ടും ആഡ് ചെയ്യാൻ അവസരം കിട്ടിയെന്ന് വരില്ല. സോ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും കോളേജസ് എന്ത് ചെയ്യുക, വയ്ക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി എങ്ങനെയാണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. സോ 2 കോഴ്സുകളാണ് ഉള്ളത്. GNM അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി. ഫസ്റ്റ് നമുക്ക് GNM കോഴ്സിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ GNMൻ്റെ 15 കോളേജസ് കാണാനായിട്ട് സാധിക്കും. ഈ 15 കോളേജസിലായിട്ട് 485 സീറ്റ്സാണ് മൊത്തത്തിൽ ടോട്ടലായിട്ട് ഉള്ളത്. 15 ഗവൺമെൻറ് കോളേജസാണ് ഉള്ളത്. അങ്ങനെ GNMലും ANMലും കൂടെ ടോട്ടൽ 605 സീറ്റ്സാണ് ഉള്ളത്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കോളേജസ് ഒക്കെ കാണാൻ പറ്റും. സോ ഇതേ ഓർഡറാണ് ഞാൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഞാൻ നമ്പർ ഇടുന്നത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്താണ് കൊടുക്കുന്നതെന്ന് വെച്ചോ. അടുത്തത് രണ്ടാമത് കൊടുക്കുന്നത് കൊല്ലത്താണ്. മൂന്നാമത് വയ്ക്കുന്ന ഓപ്ഷൻ പത്തനംതിട്ടയാണ്. നാലാമത് ആലപ്പുഴ വയ്ക്കുന്നു. അഞ്ചാമത് ഇടുക്കി വയ്ക്കുന്നു. ആറാമത് കോട്ടയം വയ്ക്കുന്നു. ഏഴാമത് എറണാകുളം വയ്ക്കുന്നു. എട്ടാമത് തൃശ്ശൂർ വയ്ക്കുന്നു. ഒമ്പതാമത് പാലക്കാട്. പത്താമത് മലപ്പുറം വയ്ക്കുന്നു. 11ാമത് കോഴിക്കോട് വയ്ക്കുന്നു. 12ാമത്തെ ഓപ്ഷനായിട്ട് വയനാട് വയ്ക്കുന്നു. 13 കണ്ണൂർ വയ്ക്കുന്നു. 14 കാസർഗോഡ് വയ്ക്കുന്നു. ആൻഡ് അവസാനമായിട്ട് 15ാമത് കൊല്ലം വയ്ക്കുന്നു. സോ ഇത്രയും കോളേജസാണ് എനിക്ക് വയ്ക്കാൻ താല്പര്യം. സോ ഞാൻ ആ കോളേജസ് അത്ര എന്ത് ചെയ്തു, വച്ചെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇത് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ഞാൻ ഇതേപോലെ തന്നെ കോളേജ് ഓപ്ഷൻസ് വെച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുക. അടുത്തെന്താണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് ഇതിലെ 6ാമത്തെ കോളേജാണ് എനിക്ക് കിട്ടിയത്. 6ാമത് ഓപ്ഷൻ വെച്ച കോളേജ് അതായത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കോട്ടയം എന്ന കോളേജാണ് എനിക്ക് അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെന്ന് വയ്ക്കുക. സോ 6ാമത്തെ കോളേജിന് താഴോട്ടുള്ള 7 മുതൽ 15 വരെയുള്ള ഓപ്ഷൻസിനെയാണ് ലോവർ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. 6ാമത്തെ കോളേജിന് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിന് താഴോട്ടുള്ള 7 മുതൽ 15 വരെയുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. സോ അലോട്ട്മെൻറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇനി 6ാമത് കിട്ടിയ കോളേജ് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഹയർ ഓപ്ഷൻസ്, 6ാമത്തെ കോളേജിൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് അതായത് 1 മുതൽ 5 വരെയുള്ള കോളേജസ് അവിടെ ഉണ്ട്. വേണമെങ്കിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ എന്ത് ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോളേജിൽ നിങ്ങൾക്ക് ചേരാൻ പറ്റും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 6ാമത് കോളേജാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ആണ് കിട്ടിയതെന്ന് വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ കിട്ടിയ ഓപ്ഷൻസ് തന്നെ മതിയെങ്കിൽ എന്താണ്, അതിൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ ആ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം കിട്ടിയതിലോട്ട് തിരിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഹയർ ഓപ്ഷൻസ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന്. സോ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹയർ ഓപ്ഷൻസ് ലോവർ ഓപ്ഷൻസ് എന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു കേസുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ആദ്യം വെച്ച കോളേജ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി. അതായത് ഇതിൽ ആദ്യം കിടക്കുന്ന ഏതാണ്, ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. അതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ നേരത്തെ പറഞ്ഞു അതിന് താഴോട്ടുള്ള ലോവർ ഓപ്ഷൻസ് ആയ 2 മുതൽ 15 വരെ വെച്ച കോളേജ് ഓപ്ഷൻസ് ഡിലീറ്റ് ആയി പോകുന്നത്. അപ്പോൾ ഹയർ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വരുന്നത് എന്താണ്, ഒന്നാമത്തെ കോളേജാണ് അത് ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം. അപ്പോൾ അതിലെന്താണ് ഹയർ ഓപ്ഷൻസ്, അതിൻ്റെ മുകളിലോട്ട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ് നിങ്ങൾ ആ കോളേജിലാണ് എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം വയ്ക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള കോളേജ് ആയിരിക്കണം ഫസ്റ്റ് വയ്ക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. എന്നിരുന്നാലും
നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ എന്താണ് നിങ്ങൾ ആ കോളേജിലാണ് എന്ത് ചെയ്യേണ്ടത് ലാസ്റ്റ് ജോയിൻ ചെയ്യേണ്ടി വരുന്നത്. ഹയർ ഓപ്ഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വേറെ കോളേജ് മാറാനായിട്ട് സാധിക്കത്തില്ല. ആ കോളേജിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് വയ്ക്കുന്ന ഓപ്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് ആയിരിക്കണം കൊടുക്കാൻ. അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് ടോക്കൺ ഫീ അടയ്ക്കാനൊക്കെ. ആ ഒരു ടൈമിൽ നമുക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അവർ ടൈം തരും. അപ്പോൾ GNMൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് ANMൻ്റെ നോക്കാം. ANMനും ഇതേപോലെയാണ് ചെയ്യേണ്ടത്. എന്താണ് ANMന് ആകെ 4 കോളേജസാണ് ഉള്ളത്. ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തൈക്കാട് തിരുവനന്തപുരം, ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ തലയോലപ്പറമ്പ് കോട്ടയം, ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ പാലക്കാട്, ഗവൺമെൻറ് JPHN ട്രെയിനിങ് സെൻറ്റർ കാസർഗോഡ്. ഈ 4 കോളേജസാണ് ഓക്സിലറി നഴ്സിംഗിന് ഉള്ളത്. ഈ 4 കോളേജസിലും കൂടെ 120 സീറ്റ്സാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതെന്ന് വയ്ക്കുക. ആദ്യം തിരുവനന്തപുരത്തുള്ള വെച്ച്, പിന്നെ കോട്ടയം, അത് കഴിഞ്ഞ് പാലക്കാട്, പിന്നെ കാസർഗോഡ്, അങ്ങനെ കൊടുത്തുവെന്ന് വിചാരിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ്, തിരുവനന്തപുരത്തുള്ള കോളേജാണ് കിട്ടിയതെന്ന് വയ്ക്കുക. അപ്പോൾ എന്താണ് ലോവർ ഓപ്ഷൻസ് ഏതൊക്കെ ഉണ്ട്, 2, 3, 4 വെച്ച കോളേജസാണ് ഉള്ളത്. സോ എന്താണ് ഹയർ ഓപ്ഷൻസ് ഒന്നും തന്നെയില്ല. സോ എന്താണ് നോർമലി ഒന്നാമത് വെച്ച കോളേജ് തന്നെ എന്ത് ചെയ്യും, ജോയിൻ ചെയ്യേണ്ടി വരും. GNM കോഴ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുന്നത്. ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അതിന് താഴോട്ടുള്ള എല്ലാ ലോവർ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോവുകയും പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹയർ ഓപ്ഷൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്ത് കൊടുത്ത് ഹയർ ഓപ്ഷൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ടോട്ടൽ GNM ആൻഡ് ANM കോഴ്സിന് 605 സീറ്റ്സാണ് രണ്ടിനും കൂടെ ഉള്ളത്. മൊത്തം ടോട്ടൽ കോളേജസ് എത്രയെന്ന് ചോദിച്ചാൽ 19 കോളേജസാണ് ഉള്ളത് GNM ANM കൂടെ. സോ എന്താണ് സീറ്റ്സൊക്കെ വളരെ കുറവാണ്. കുറേ ആപ്ലിക്കൻസ് ഇതിനോടകം തന്നെ എന്താണ് ഇതിന് രജിസ്റ്റർ ചെയ്ത് കാണും. ആകെ എന്താണ് കുറച്ച് പേര് മാത്രമേ ഇതിലൂടെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ കോഴ്സിൽ 2 അലോട്ട്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും സീറ്റ്സ് വേക്കൻ്റ് ആണെങ്കിൽ മാത്രമാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടാത്തവർ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ട്രയലാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു മോഡലാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെയായിരിക്കണം ശരിക്കും നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജസ് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.